ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുഖം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കധികം സുപരിചിതമല്ലാത്തൊരു മാങ്ങയാണ്. ഞാൻ ദശേരി മാംഗോൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞത്. യുപിയിലെ ഉത്തർപ്രദേശിലെ ഒരു ദശേരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിട്ട് പിന്നെ അത് ഓവർ ഇന്ത്യയിൽ വികസിച്ച ഒരു മാങ്ങയാണ് ദശേരി മാങ്ങ. പക്ഷെ ഇത് എനിക്ക് നമ്മളൊരു സുഹൃത്ത് അയച്ചു തന്നതാണ്. കാരണം ഞാനത് വരെ കഴിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മളൊരു വേണ്ടപ്പെട്ട ഒരാൾ പൂനെയിൽ നിന്ന് അയച്ചു തന്നതാണ്. അപ്പോൾ ദശേരി മാങ്ങ ഇപ്പോൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് യുപിയിലാണ്. പിന്നെ ബോംബെൻ്റെ പൂനെ ആ ഭാഗങ്ങളിൽ, മഹാരാഷ്ട്രൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും, ഗുജറാത്ത്, അങ്ങനെ ആ ഒരു ഭാഗങ്ങളിലാണ്. മീൻസ് നമ്മുടെ നോർത്തേൺ റീജിയനിലുള്ള ഒരു മാങ്ങയാണിത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇത് എത്രത്തോളം കായ്ക്കണുണ്ടോയെന്ന് വെച്ചാൽ ഞാനൊക്കെ തൈ വെച്ചിട്ടുണ്ട്. പക്ഷേ ഏകദേശം 4 വർഷമായി ഇതുവരെ അതിൻ്റെ ഒരു പൂ പോലും കണ്ടിട്ടില്ല. ഇനി കേരളത്തിൽ എവിടെയെങ്കിലും കായ്ക്കണുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് പലരും എന്നോട് ചോദിച്ചിരുന്നു, പിന്നെ ദശേരി മാങ്ങൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല, കാരണം നമ്മളിവിടെ കായ്ച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങകൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങളെ കാണിക്കുക, അതൊന്ന് പരിചയപ്പെടുത്തുക, അതിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്ന് നിങ്ങളെ എന്നുള്ളതാണ്. ഇതാണ് മാങ്ങ. നല്ല കളർഫുള്ള് മാങ്ങയാണ് പഴുത്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇതിൽ അവിടെ കാണിച്ചു തന്നപ്പോൾ കുറച്ചും കൂടെ നീളമുള്ളൊരു മാങ്ങ ഉണ്ട്. പക്ഷെ അവർ പറഞ്ഞത് സെൽഫ് ലൈഫ് ഇല്ല, അതിൻ്റെ തൊലി പെട്ടെന്ന് ചുളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ യുപിയിലെ മാങ്ങനെ കൊടുത്തയച്ചത്. പൂനെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത് കുറച്ചും കൂടെ നീളം കൂടുതലുള്ള മാങ്ങയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ബനാന മാങ്കൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ, അതാണ് ഞാൻ ബനാന മാങ്കൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞത് ബനാന മാങ്ക ആണല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. സോറി, ദശേരി മാങ്ങ ആണോ എന്നൊക്കെ പലരും കമൻറ്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ദശേരി വേറെ തന്നെയാണ്, ബനാന വേറെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഇതാണ് ദശേരി മാങ്ങ. നല്ല കളറാണ്, നല്ല യെല്ലോയിഷാണ്. ഫൈബറും കുറവാണ്, കാരണം നമുക്കത് കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നല്ല സ്ട്രക്ചറാണ്. ഞാൻ അതിൻ്റെ ടേസ്റ്റ് വൈസ് എന്താണെന്നൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് വെണ്ണ പോലെ നല്ല ക്രീമി മാങ്ങയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അൽഫോൺസിൻ്റെ മുകളിൽ കയറി നിൽക്കും. നമ്മൾ ടോപ്പ് 5 അൽഫോൺസ് കൊടുത്തത്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു മാങ്ങയാണ് ശരിക്കും. എൻ്റെ കാഴ്ചപ്പാടില്ല കേട്ടോ. അതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിനെ കമൻ്റ് ആയിട്ട് വരണ്ട. ഈ വേൾഡിൽ അത്ര അല്ലുള്ളൂ, മറ്റേ ഇന്ത്യയിൽ ഇത്രാം സ്ഥാനത്താണ് മറ്റൊരു ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ അത്രയും നല്ല ക്രീമി സ്ട്രക്ചറാണ്. വെണ്ണ പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന, തൊലി തീരെ കട്ടിയില്ലാത്ത, വളരെ തിന്നാണ്. ഒന്നുമില്ല, എടുക്കാൻ ഒഴിവാക്കാനൊന്നുമില്ലാത്ത നല്ലൊരു മധുരമുള്ള നല്ലൊരു മാങ്ങയാണ്. നാല് തീരില്ല, ഒരു രക്ഷയില്ല. ഇനി മധുരം എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓ, 20. അപ്പോൾ ഗ്രേഡിങ്ങിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മാങ്ങ, ഏറ്റവും പഴയ മാങ്ങ, ഏറ്റവും മധുരമുള്ള മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം. 20 ആണ്. ബനാന മാങ്ങ ഒക്കെ നമ്മൾ കണ്ടില്ലേ, 16 ആ റേഞ്ചിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് 20 അപ്പോൾ എത്രത്തോളം മധുരം ഉണ്ട് എന്നുള്ളത് കണക്ക് മനസ്സിലാക്കിയാൽ മതി. അത് ജസ്റ്റ് അത് പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല തിന്നാൻ മടുക്കാത്ത, എത്രയും ഇരുന്ന് ഇങ്ങനെ തിന്നു പോകുന്നൊരു മാങ്ങയാണ് ദശേരി മാങ്ങ. അപ്പോൾ കൂടുതൽ അടുത്ത ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട്, അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.